സൃഷ്ടിപ്പുകൾ നാം പ്രസംഗത്തിലൂടെയും വേദപുസ്തക പാരായണത്തിലൂടെയും വ്യക്തമായി അറിഞ്ഞിരിക്കുന്നു. എന്നാൽ അത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നേരിൽ കണ്ടാൽ എങ്ങനെയായിരിക്കും നേഹ? അത് അസാധ്യമായ കാര്യമാണ്. അതെ, അസാധ്യമാണ്. എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ അതിനായി ഒരു കുഞ്ഞു പരിശ്രമം നടത്തിയിട്ടുണ്ട്. നമുക്കതൊന്ന് നേരിൽ കണ്ടാലോ? നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ ഞങ്ങൾ അതിനായി ക്ഷണിക്കുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ഈ ഇരുളിനെ പ്രകാശിതപൂരിതമാക്കാൻ ദൈവം 2 വലിയ ഗോളങ്ങളെ സൃഷ്ടിച്ചു. കൂടാതെ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം സൃഷ്ടിച്ചു. അതതുതരം വിത്തുള്ള സസ്യങ്ങൾ, പറവജാതികൾ, ജലജന്തുക്കൾ, മൃഗജാലങ്ങൾ, അങ്ങനെ സകല ഭൂചര ജന്തുക്കളെയും സൃഷ്ടിച്ചു. ഇവയൊക്കെയും പരിപോഷിപ്പിക്കുന്നതിനാവശ്യമായ പ്രകൃതി പ്രതിഭാസങ്ങളായ മഴ, മഞ്ഞ്, വെയിൽ, കാറ്റ് ഇവയെല്ലാം ഉളവാക്കി. അനന്തരം ദൈവം ചിന്തിച്ചു, ഇവയൊക്കെ ആര് പരിപാലിക്കും? ഇനി എന്തോ ഒരു കുറവുണ്ടല്ലോ. അങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ഉൽപ്പത്തി. ആ ആദിമ മനുഷ്യനായ ആദാമിനെ നമുക്കൊന്ന് നേരിൽ കണ്ടാലോ? ഒറ്റയ്ക്കുലാത്തുന്ന ആദാമിനെ കാണും തോറും ദൈവത്തിന് ഒരു പൂർണ്ണത തന്നിൽ കണ്ടെത്താനായില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കിയ ദൈവം ആദാമിൻ കൂട്ടിന് തക്കതായ ഒരു തുണയെ കണ്ടെത്താനുള്ള വഴികൾ ആലോചിച്ചു. അനന്തരം ദൈവം ആദാമിന് ഒരു ഗാഢനിദ്ര കൊടുത്തു. അങ്ങനെ രൂപകൽപ്പന ചെയ്തെടുത്ത ഭൂമിയിലെ ആദ്യത്തെ സുന്ദരിയായ സ്ത്രീ ഹവ ഇതാ നിങ്ങളുടെ കൺമുന്നിൽ.